എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ലീക്കായതിന് പിന്നാലെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ശരിക്കും ഇന്ന് ഉച്ചയ്ക്ക് വരേണ്ട ട്രെയിലറാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഷോട്ടുകളാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ടീസറിൻ്റെ BGMൻ്റെ അത്രയൊന്നും ഈ ഒരു ട്രെയിലറിൻ്റെ BGM വന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു BGM തന്നെയാണ് ട്രെയിലറിലുള്ളത്. ഒരുപാട് ഗൂസ് ബംസ് തരുന്ന രംഗങ്ങളൊക്കെ എമ്പുരാൻ സിനിമയിൽ ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ട്രെയിലറിലെ ഈ ഒരു സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എമ്പുരാൻ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ റീ എൻട്രി ഒരു ഗംഭീര സംഭവമായിരിക്കുമെന്ന് സിനിമയുടെ ട്രെയിലർ തന്നെ ഒരു സൂചന തരുന്നുണ്ട്. പിന്നെ നമ്മളെ ജംഗിൾ പോളി സീനിലെ ചില രംഗങ്ങൾ ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ലൂസിഫറിൽ ലാലേട്ടൻ വാട എന്ന് വിളിക്കുന്ന ആ ഒരു സീനിൻ്റെ റീക്രിയേഷനാണ് ഇതെന്ന് തോന്നുന്നു. എമ്പുരാൻ സിനിമയിലെ വില്ലൻ്റെ ബാക്ക് ഷോട്ട് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഈ ഒരു ഷോട്ട് ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത്. ഈ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് ഒരു ഹോളിവുഡ് ആക്ടർ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഖുറേഷി അബ്രഹാം ഗ്യാങ്ങിനെ എതിർക്കാൻ വരുന്ന മറ്റൊരു ഗ്യാങ് ആരായിരിക്കും? എന്തായാലും അതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് മാർച്ച് 27-ന് കിട്ടും. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഇന്ന് ട്രെയിലർ ലോഞ്ച് ഇവൻറ്റിൻ്റെ ഭാഗമായി ലാലേട്ടൻ മുംബൈയിലെത്തിയിട്ടുണ്ട്. ആ ഒരു ഇവൻറ്റിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് അറിയാനായി കാത്തിരിക്കുക. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.